ഇന്നലെ തന്നെ അവിടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കാര്യം ഉയർന്നു വന്നപ്പോൾ തന്നെ പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടികൾ നമ്മൾ എടുത്തിരുന്നു. ഇത് ഞങ്ങൾ ഇന്നെടുക്കുന്ന പരിപാടിയല്ല, ഇതുണ്ടായ കാലം മുതൽ CPM-ഉം ഇടതുപക്ഷവും അതുപോലെ ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഇത് പ്രളയ ദുരന്തത്തിൽ നിന്നുണ്ടായ ഒരു തട്ടിപ്പ് കൂടിയാണ് എന്ന് കാണണം. ഇപ്പം നമ്മുടെ നാട് ഓരോ വർഷവും പ്രളയത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരന്തത്തിലോ അകപ്പെടുന്ന ഒരു നാടാണ്. ഇപ്പം നമുക്ക് ഇന്ന് എറണാകുളം ജില്ല ഉൾപ്പെടെ സ്കൂളുകൾക്ക് ഉൾപ്പെടെ അവധിയാണ്. കടുത്ത മഴയുണ്ടാകുമെന്ന് പറഞ്ഞ് 6-7 ജില്ലകൾക്ക് ഇന്ന് അവധിയുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ എപ്പോഴാണ് ദുരന്തം ഉണ്ടാകുന്നത് എന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കേരളം പോകുന്നത്. അപ്പോൾ ദുരന്തം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ പണം തട്ടിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളത് കാണാൻ കഴിയും. അത് ജനങ്ങൾ നന്നാവണ്ണം ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വയനാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിലുണ്ട്. വയനാടിൻ്റെ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കേരളീയ സമൂഹം ശക്തമായ വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് VD സതീശൻ്റെ മറുപടി ഞങ്ങൾ പിരിച്ച തുക VD സതീശൻ്റെയും KPCC പ്രസിഡൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ആപ്പ് വഴി വയനാടിന് വേണ്ടി സമാഹരിച്ച പണം എത്ര കോടിയായിരുന്നു എന്നുള്ളത് വ്യക്തതയോടെ ഇപ്പോഴും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ അവസാനം ആപ്പ് കണ്ടവർ പറഞ്ഞത് ഏതാണ്ട് 19 കോടിയിലേറെ തുക പിരിച്ചിട്ടുണ്ട് എന്ന് ആപ്പ് വഴി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ കണക്ക് വെച്ചപ്പോൾ 5 കോടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ, നാട് അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങളെ പണം തട്ടാനുള്ള പരിപാടിയാക്കി മാറ്റുകയാണ് VD സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ നാട്ടിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനിയും അത് തുറന്നു പറയും. പുനർജനി പദ്ധതി ഇങ്ങനെ ക്ലീൻ ചീറ്റ് കൊടുത്ത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് നിയമപരമായ വശങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. അതിനാവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോകും. അതിനോടൊപ്പം തന്നെ ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ്. അല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, കഴിഞ്ഞ സർക്കാർ മാത്രമല്ല കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ ഉള്ള ഇടതുപക്ഷ സർക്കാർ ഒരു കേസും രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഒരു കേസും ഉപയോഗിച്ചിട്ടില്ല. ഏത് കേസ് വന്നാലും അത് അന്വേഷിക്കേണ്ട, നമ്മുടെ പരിധിയിൽ നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി അന്വേഷിക്കുകയും അവരുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ ആവശ്യമായ കാര്യമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ VD സതീശനുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിശോധിച്ച് അതിന് ഒരു ധൃതി കൂട്ടുന്ന സമീപനവും ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ടു എന്ന ഒരാക്ഷേപം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല. അതിൻ്റെ സ്വാഭാവികമായ പരിശോധനയുടെ സമയമെടുത്തിട്ടുണ്ട്. ആ പരിശോധന വിജിലൻസ് സമർപ്പിച്ചിട്ടുണ്ട്. സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ കോൺഗ്രസ് പഴയ കാലത്ത് ചെയ്ത പോലെ ഓടിപ്പിടിച്ചൊരു സമീപനം എടുക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. കോൺഗ്രസ് ചെയ്ത സമീപനം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അവസാന മന്ത്രിസഭ പോകുന്ന സമയത്ത് കേസ് CBIക്ക് വിട്ടിട്ടാണല്ലോ ലാവ്ലിൻ കേസ് CBIക്ക് വിടുന്ന സമയം. അങ്ങനെ ഒരു സമീപനം അല്ല എടുത്തത്. വിജിലൻസിൻ്റെ എൻക്വയറി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് ആ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടായിരുന്നു. സ്പീക്കറുടെ മുമ്പാകെ വന്നു കഴിഞ്ഞപ്പോൾ സ്പീക്കർക്ക് ആ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ വരുത്തി ക്ലിയർ ആക്കിയതിന് ശേഷവും വിജിലൻസിൻ്റെ നിർദ്ദേശം എന്താണ്? നിർദ്ദേശം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBIയുടെ അന്വേഷണത്തിലേക്ക് പോകണമെന്നാണ്. CBI ഇപ്പോൾ എല്ലാമാണ്, കേന്ദ്ര ഏജൻസി എല്ലാമാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. CBIയും കേന്ദ്ര ഏജൻസികളെല്ലാം കൂട്ടിലടക്കപ്പെട്ട തത്തയാണ് എന്ന് വിശേഷിപ്പിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് എന്ന് നമുക്കറിയാം. അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും BJP ഭരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കേസിൻ്റെ സ്വഭാവം നോക്കൂ. വിദേശത്ത് വച്ച് പണം സമാഹരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് വന്നിരിക്കുന്നു. ആ തെളിവ് നിയമസഭയുടെ മുമ്പാകെ വച്ചിരിക്കുന്നു. ആ തെളിവ് അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, പിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളെ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സോഷ്യൽ ഓഡിറ്റ് നടത്തി കണക്ക് വയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതേവരെ സോഷ്യൽ ഓഡിറ്റ് നടത്തി കണക്ക് വയ്ക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് വിജിലൻസ് കൂടി പറയുന്നു അത് തുടർ അന്വേഷണമാണ് വേണ്ടത്. ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ക്ലീൻ ചീറ്റ് കൊടുക്കാൻ വിജിലൻസിന് കഴിയില്ല. തുടർ അന്വേഷണം വേണം എന്ന് കഴിഞ്ഞു. ആ തുടർ അന്വേഷണം വേണമെന്ന റിപ്പോർട്ടിനെ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് എന്നുള്ളതൊരു തുടർച്ചയാണ്. ഞാനതാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ കേസിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് വിജിലൻസ് പോലെയുള്ളൊരു സംവിധാനം ഇതിൻ്റെ തുടർ അന്വേഷണത്തിലൂടെയാണ്, ഈ അദ്ദേഹം കുറ്റക്കാരനല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക തുടർ അന്വേഷണത്തിലൂടെയാണ് എന്ന് വിജിലൻസ് ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിരിക്കുമ്പോൾ, ഒരു ഗവൺമെൻറ് തുടർച്ചയാണ് എന്ന് നിലനിൽക്കുമ്പോൾ, കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികത ഈ മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന ഒരു കേസെന്ന നിലയിൽ ഇതിൻ്റെ തുടരന്വേഷണം നടക്കണം. ബാക്കി കൂടി ക്ലാരിറ്റി വരുത്തണം. ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ളത് നിയമപരമായ പരിശോധനയിലൂടെ
വെളിവാക്കപ്പെടണം. അതല്ലാതെ 70 ദിവസം പ്രായമായ എൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് പ്രഖ്യാപിച്ചിട്ടല്ല ചെയ്യേണ്ടത് എന്ന തീരുമാനമാണ് എടുക്കേണ്ടത്. ഞങ്ങൾക്കതിനകത്ത് രാഷ്ട്രീയമായ മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കേസിൻ്റെ പരിശോധന ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ല, ആ കേസിൻ്റെ നിഗമനങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ഈ കേസിൻ്റെ സ്വഭാവം വെച്ച് വിജിലൻസിന് അവസാനിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു കേസല്ല ഇത്. അതിന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. അത് കേരളത്തിൽ ഏത് ഗവൺമെൻറ് വന്നാലും അത് തന്നെ സ്വീകരിക്കുകയുള്ളൂ. രാജ്യത്തെ നിയമങ്ങളോട് ബഹുമാനമുള്ള, ഭരണഘടനയോടും നിയമ സംവിധാനങ്ങളോടും ബഹുമാനമുള്ള, രാഷ്ട്രീയ ധാർമ്മികത പുലർത്തുന്ന ഏതൊരു ഗവൺമെൻറ്റിനും ആ ഒരു സമീപനമേ സ്വീകരിക്കാൻ കഴിയൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിൽ നിന്ന് വിരുദ്ധമായ സമീപനം വന്നാൽ പിന്നെ 2 മാർഗ്ഗമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. അത് നിയമപരമായി ചോദ്യം ചെയ്യുക, അത് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കുക. ആ കാര്യം ഞങ്ങൾ ചെയ്യും. അല്ല, അത് നിയമ പണ്ഡിതന്മാർ കൂടി ആലോചിച്ചതിന് ശേഷം അതിൻ്റെ തുടർ കാര്യങ്ങളെ സംബന്ധിച്ച് അല്ല, അതല്ലല്ലോ ഞങ്ങളൊരാവശ്യം ഉന്നയിച്ചതല്ല, ഞങ്ങൾ രാഷ്ട്രീയമായ ഒരാവശ്യം മുന്നോട്ട് വെച്ചതല്ല. നേരത്തെ തന്നെ വിജിലൻസ് പരിശോധിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ തുടർ അന്വേഷണമാണ്. ഇത് അവസാനിപ്പിക്കപ്പെടാൻ കഴിയില്ല, ക്ലീൻ ചീറ്റ് കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതിൻ്റെ തുടർ അന്വേഷണം ആവശ്യമാണ്. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ട്, അതിന് അനുവാദം വാങ്ങിയിട്ടില്ല. സ്വകാര്യ സന്ദർശനമായിട്ടാണ് അദ്ദേഹം പോയിട്ട്. കേന്ദ്ര ഗവൺമെൻറ് അനുവാദം മേടിച്ചില്ല. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ട്, മലയാളികൾ ഓർക്കുന്നുണ്ട്, 2018 ഇവിടുത്തെ മന്ത്രിമാർ വിദേശത്ത് പോയി ഈ ദുരന്തത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചപ്പോൾ നമ്മളെ അനുവദിച്ചതല്ല BJP ഗവൺമെൻറ്. മന്ത്രിമാർക്ക് പോകാൻ അനുവാദം കൊടുത്തതല്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചില സഹായം രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും ദുരന്തമുണ്ടായപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്, ഗുജറാത്തിലുൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിന് മറ്റു പല രാജ്യങ്ങളും സഹായവും ഹസ്തവുമായി മുമ്പോട്ട് വന്നപ്പോൾ അത് വിലക്കിയതാണ്. അന്ന് ഇവിടെ ദുരന്തത്തെ സഹായിക്കാൻ വന്ന ഹെലികോപ്റ്ററിൻ്റെ വാടക നമ്മളിൽ നിന്ന് ഈടാക്കിയ BJP ഗവൺമെൻറ്റാണ്. നമ്മുടെ അരിയുടെ വില കേന്ദ്രം ഈടാക്കിയ BJP ഗവൺമെൻറ്റാണ്. അപ്പോൾ അത്രമാത്രം കേരളത്തെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന BJP ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം അന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ VD സതീശന് ആ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം ആദ്യം അവകാശപ്പെട്ടത് എനിക്ക് അനുവാദം ഉണ്ട് എന്നായിരുന്നു. അപ്പം ഇവിടെ ഞങ്ങൾ ഉൾപ്പെടെ അന്നത്തെ ഭരണപക്ഷം ഉൾപ്പെടെ VD സതീശൻ്റെ അനുവാദം ചൂണ്ടിക്കാണിക്കുക. ഈ വിവാദം എല്ലാം അവസാനിപ്പിക്കാമല്ലോ. അദ്ദേഹത്തിന് അനുവാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരം ഒന്ന് പുറത്തുവിട്ടാൽ മതിയല്ലോ. ഈ പ്രശ്നം അവസാനം എനിക്ക് കേന്ദ്ര സർക്കാർ അനുവാദം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിത്തറ തീർന്നല്ലോ, ഈ ആരോപണത്തിൻ്റെ തീർന്നല്ലോ. അപ്പോൾ അനുവാദം ഉണ്ടായിരുന്നില്ല, സ്വകാര്യ സന്ദർശനമായിരുന്നു. സ്വകാര്യ സന്ദർശനത്തിൽ പോയി അവിടെ പണം പിരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. എന്നാൽ പണം പിരിച്ചതിൻ്റെ തെളിവുകൾ പുറത്തു വന്നു. തെളിവുകൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറവൂർ നടത്തിയ പത്രസമ്മേളനത്തിൽ അത് അംഗീകരിച്ചു. നിയമസഭയ്ക്ക് മുമ്പാകെ ഈ വിഷയം ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റു കാര്യത്തിനാണ് പോയത്, ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ച് സംസാരിക്കാനാണ് പോയതെന്ന് അന്ന് അദ്ദേഹം നുണ പറയുന്നത് കേട്ടു. ഇന്ന് അദ്ദേഹം നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ആശ്ചര്യമില്ല. കാരണം അതൊരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും എത്രണ്ണം പറഞ്ഞു എന്നതിനെ സംബന്ധിച്ച് എണ്ണാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അന്നേ അദ്ദേഹം അത് നിയമസഭയ്ക്കകത്ത് നുണ പറഞ്ഞു. അപ്പോൾ രേഖാമൂലം പുറത്തു വെച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യമല്ല, ഞങ്ങൾ ഉന്നയിച്ചതല്ല ഇന്ന കേന്ദ്ര ഏജൻസി വേണം എന്ന ഞങ്ങളുടെ രാഷ്ട്രീയപരമായ തീരുമാനമല്ല. ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് അവസാനിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ തുടരന്വേഷണം വേണം, അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ വേണം എന്ന തീരുമാനമാണ് പറഞ്ഞത്. അത് നിയമപരമാണ്, അതായി മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.